ഉത്തർപ്രദേശിനെ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ്. ഒരുമിച്ച് ജീവിക്കാൻ തടസ്സമായി നിന്ന 5 വയസ്സുകാരിയായ സ്വന്തം മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ആ കൊടും ക്രൂരതയ്ക്ക് കാമുകനും കൂട്ടുനിന്നു. കൊലപാതകത്തിന് ശേഷം കുട്ടിയുടെ മൃതദേഹത്തിന് സമീപത്ത് വെച്ച് മദ്യപിച്ച് സിഗരറ്റ് വലിച്ച് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട പ്രതികളുടെ മാനസികാവസ്ഥ ആരെയും ഭയപ്പെടുത്തുന്നതാണ്. ലക്നൌവിലെ അലിഗഞ്ചിൽ നടന്ന ഈ കൊലപാതകത്തിൽ റോഷ്ടി, ഉദിത് എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ ക്രൂര പ്രവൃത്തികൾ സൈന എന്ന 5 വയസ്സുകാരിയുടെ ജീവനാണ് കവർന്നത്. ഷാരൂഖ്, റോഷ്ടി ദമ്പതികളുടെ മകളാണ് സൈന. 8 വർഷത്തോളം നീണ്ട സൗഹൃദത്തിന്റെ പേരിൽ റോഷ്ടിയുമായി ഉദിത് ബന്ധം സ്ഥാപിച്ചു. പതിയെ സൗഹൃദം പ്രണയമായി വളർന്നതോടെ റോഷ്ടിയും ഉദിതും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ റോഷ്ടിയുടെ ഭർത്താവ് ഷാരൂഖും മകൾ സൈനയും ഇവരുടെ ബന്ധത്തിന് തടസ്സമായി. മകളെ ഇല്ലാതാക്കി കുറ്റം ഭർത്താവിന്റെ തലയിൽ കെട്ടിവെച്ചാൽ ഇരുവരെയും ഒരുമിച്ചൊഴിവാക്കി സ്വതന്ത്രമായ ജീവിതം എന്നൊരു ക്രൂരമായ പദ്ധതിയാണ് റോഷ്ടി ആവിഷ്കരിച്ചത്. ഈ പദ്ധതിക്ക് ഉദിത്തും പൂർണ്ണ പിന്തുണ നൽകി. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഇവർ ഇതിനായി തക്കം പാർത്തിരിക്കുന്നതായി ലക്നൗ വെസ്റ്റ് DCP വിശ്വജിത് ശ്രീവാസ്തവ വ്യക്തമാക്കി. അച്ഛന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഇയാളെ ഉദിത് അങ്കിൾ എന്നാണ് സൈന വിളിച്ചിരുന്നത്. ഈ അടുപ്പം മുതലെടുത്താണ് ഉദിത് സൈനയെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. സംഭവം നടന്ന ഞായറാഴ്ച ഷാരൂഖ് വീട്ടിലിരുന്ന് ഉദിത് മനസ്സിലാക്കി. ഇത് തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കാനുള്ള മികച്ച അവസരമാണെന്ന് മനസ്സിലാക്കി ഉദിത് വൈകിട്ടോടെ ഭക്ഷണവും മദ്യവും സിഗരറ്റുമായി റോഷ്ടിയുടെ വീട്ടിലെത്തി. ഇരുവരും റോഷ്ടിയുടെ മുറിയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി സൈന അവരെ കണ്ടു. കണ്ട കാഴ്ച മറ്റാരോടും പറയാതിരിക്കാൻ കുട്ടിയുടെ വായ് മൂടിപ്പിടിച്ച് ഇല്ലാതാക്കാൻ ഇവർ തീരുമാനിച്ചു. റോഷ്ടി കുട്ടിയുടെ വായിൽ തുണി തിരികെ കയറ്റി ശ്വാസം മുട്ടിച്ചപ്പോൾ ഉദിത് കുട്ടിയുടെ വയറ്റിൽ ശക്തമായി ചവിട്ടിപ്പിടിച്ച് അനക്കം നിൽക്കുന്നതുവരെ ആ നില തുടർന്നു. കുട്ടി മരിച്ചെന്ന് ഉറപ്പായതോടെ ഇരുവരും സാധാരണ പോലെ കുളിച്ചു വന്ന് മദ്യപിച്ച് സിഗരറ്റ് വലിച്ചു. മദ്യത്തിന്റെയും ലഹരിയുടെയും ഉന്മാദത്തിൽ കുട്ടിയുടെ മൃതദേഹം മുറിയിൽ കിടക്കുമ്പോൾ തന്നെ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഭക്ഷണം കഴിച്ച് അതേ മുറിയിൽ കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെയാണ് റോഷ്ടി അടുത്ത പദ്ധതി നടപ്പിലാക്കിയത്. ഭർത്താവായ ഷാരൂഖ് കെട്ടിടത്തിന്റെ പുറത്തുകൂടി 4ാം നിലയിലേക്ക് വലിഞ്ഞു കയറി വീട്ടിൽ കയറി കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് റോഷ്ടി പോലീസിനോട് കള്ളം പറഞ്ഞു. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ റോഷ്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ വ്യക്തമായി. അടുത്തിടെയുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷാരൂഖിന് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്ന് പോലീസ് മനസ്സിലാക്കി. കൂടാതെ സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ഷാരൂഖിന്റെ സാന്നിധ്യം കണ്ടെത്താനും കഴിഞ്ഞില്ല. ഇതോടെ റോഷ്ടിയുടെ മൊഴി കള്ളമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഉദിത്തുമായി ചേർന്നാണ് ഈ കൊടും ക്രൂരത ചെയ്തതെന്ന് റോഷ്ടി സമ്മതിച്ചത്. പോലീസ് ഉദിത്തിനെ അറസ്റ്റ് ചെയ്ത ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. കൊലപാതകത്തിന് ശേഷം മയക്കുമരുന്ന് ഉപയോഗിച്ച യുവതിയും കാമുകനും കുട്ടിയുടെ മൃതദേഹത്തിനരികിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും രാത്രി മുഴുവൻ അവിടെ തന്നെ ചെലവഴിച്ചതായും പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. മകളെ നഷ്ടപ്പെട്ട വേദനയിൽ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു ഷാരൂഖ്. തൻ്റെ ഉറ്റ സുഹൃത്താണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലെന്നറിഞ്ഞപ്പോൾ ഷാരൂഖ് മാനസികമായി തകർന്നു. 8 വർഷമായി ഉദിത്തുമായി സൗഹൃദമുണ്ട്, എന്നിട്ടും അയാൾ എൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു, ഷാരൂഖ് വിതുമ്പലോടെ പറഞ്ഞു. തനിക്കൊപ്പം ജീവിക്കാനാണ് മകൾ ആഗ്രഹിച്ചിരുന്നതെന്നും റോഷ്ടി അതിനെ അനുവദിച്ചിരുന്നില്ല എന്നും ഷാരൂഖ് കൂട്ടിച്ചേർത്തു. റോഷ്ടിക്കും ഉദിത്തിനുമെതിരെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈ ക്രൂരമായ സംഭവം ഉത്തർപ്രദേശിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. സമൂഹ മാധ്യമങ്ങളിലും ഈ വാർത്ത വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പലപ്പോഴും കുട്ടികൾ മാതാപിതാക്കളുടെ സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾക്കായി ഇരയാക്കപ്പെടുന്നുണ്ട്. ഇവിടെയും അതാണ് സംഭവിച്ചത്. റോഷ്ടിയുടെയും ഉദിത്തിൻ്റെയും വ്യക്തിപരമായ സന്തോഷങ്ങൾക്ക് വിലയായി നൽകിയത് ഒരു നിഷ്കളങ്കമായ കുഞ്ഞിൻ്റെ ജീവനാണ്. നിയമത്തിൻ്റെ മുന്നിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിൻ്റെ കൂട്ടായ ഇടപെടലുകൾ ആവശ്യമാണ്. കാരണം കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സമൂഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് ഈ കുറ്റകൃത്യം അതീവ ഗൗരവമേറിയതാണ്. ഇന്ത്യൻ പീനൽ കോഡ് 302 പ്രകാരം പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ കുറ്റത്തിന് വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്നതാണ്. പ്രതികൾക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടാൽ സമൂഹത്തിനൊരു പാഠമാകത്തക്ക രീതിയിലുള്ള ശിക്ഷ ലഭിക്കണമെന്ന് പോലീസ് ഉറപ്പു നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ കേസിൽ വിചാരണ അതിവേഗ കോടതിയിൽ നടത്താനുള്ള സാധ്യതയും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇത്തരം കേസുകളിൽ അതിവേഗ വിചാരണയിലൂടെ നീതി ഉറപ്പാക്കുന്നത് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഈ ദുരന്തം സൈനയുടെ കുടുംബത്തിന് നൽകിയ ആഘാതം വലുതാണ്. എങ്കിലും നീതി നടപ്പാക്കുമെന്ന പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുകയാണ്.